ഇവിടെ ഇത്രയും കൊല്ലം ഈ കേസ് ഉണ്ടായിട്ട് ഇത്ര നാളുകളായി, മനസ്സിലായി. ഇ ഡി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇ ഡി ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ എന്താ ഇ ഡിക്ക് വണ്ടി കിട്ടിയില്ലേ? മറ്റേ വഴി അറിഞ്ഞില്ലേ? കേരളത്തിലുള്ള ഇല്ലേ? മുഖ്യമന്ത്രി വീട് മറ്റേ ഇ ഡിക്കാർ വരുന്നുണ്ടാണ്ട് മാധ്യമങ്ങൾക്ക് സ്വപ്നം കിട്ടാൻ മറ്റേ ദർശനത്തിലാണല്ലേ രാത്രി 12:30 ആകുമ്പോൾ. അപ്പൊ പിണറായിയുടെ വീട്ടിൽ ഇ ഡി വന്നു. ഇ ഡി വന്നതിന് കാരണം വി ഡി സതീശനാണെന്നാണ് പറയുന്നത്. അതിലാണ് ചേട്ടൻ എന്താ പറയുള്ളത്? അത് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇ ഡി ഇവരുടെ ഫോഴ്സ് ആണോ? കേരള ഗവൺമെന്റിന്റെയാണോ? അണ്ടറിലുള്ളതാണോ? അതായത് മോദിയെ കണ്ടതിന് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഇ ഡി വന്നതെന്നാ പറയുന്നത്. ഏത് വി ഡി സതീശൻ ബി.ജെ.പിയുടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ആയിരിക്കില്ലേ? ഈ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിനെയും കൂടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ആ നേരത്ത് പറഞ്ഞയച്ചത് അത് ബി.ജെ.പിയുടെ ഒരു ഗെയിം ആയിരിക്കും അല്ലേ? അല്ല, വി ഡി സതീശനോട് ചോദിച്ചപ്പോ പ്രതികരിക്കാതെ പോയത് പുള്ളി. കാരണം അയാളുടെ അണ്ടറിൽ ഉള്ള കാര്യമല്ല, അതുകൊണ്ടാണ് പ്രതികരിക്കാതെ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുക. കാരണം അയാളുടെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല അത്. കാരണം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ. ചേട്ടൻ വിശ്വസിക്കുന്നില്ല ഇ ഡിക്ക് കാരണം വി ഡി സതീശനാണെന്ന് വിശ്വസിക്കുന്നില്ല? ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല, ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കണില്ല. ഇ ഡി വന്നപ്പോ ഇവര് ഭയങ്കര രീതിയിൽ പ്രതിഷേധം നടത്തി. എന്താണ് പിണറായി വിജയന്റെ സഭ, അതായത് പ്രതിപക്ഷ നേതാവും ഗാങ്ങും കൂടിയിട്ട് ഭയങ്കര രീതിയിൽ ഇത്ര അധികം പ്രതിഷേധം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും? കാരണം ഈ സമയത്ത് എന്തിനാണ് ഇപ്പൊ ഇ ഡി പറഞ്ഞത്? ഇതിന് മുന്നേ എന്ന് വെച്ചപ്പോ അരവിന്ദ് കെജ്രിവാളൊക്കെ അവിടെ ഭരിക്കുമ്പോൾ, അയാൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇ ഡി വരലും മറ്റുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇല്ലേ? പിണറായി വിജയൻ ഭരിക്കണ സമയത്തൊന്നും ഇവർ ഇ ഡിയോ മറ്റുള്ളത് എന്തുകൊണ്ട് വന്നില്ല? അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോൾ പറഞ്ഞയക്കാറുന്നില്ല ഇ ഡിനെ ഇതിന് മുന്നേ? അപ്പം എന്തുകൊണ്ട് ആ സമയത്തൊന്നും എത്ര ഈ കേസ് ഉണ്ടായിട്ട് എത്ര ടൈമായി? കുറച്ചായില്ലേ? അപ്പോഴൊന്നും ചോദിക്കുന്നില്ലേ മടിയിൽ കനമില്ലെങ്കിൽ എന്തുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം? പേടിക്കേണ്ട ആവശ്യമുള്ളത്? പേടിച്ചിട്ടില്ലല്ലോ, ഒരിക്കലും പേടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. ആരും പേടിച്ചിട്ടില്ല. ആരെ പേടിച്ചേക്കണത്? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, മനസ്സിലായ. ഇവിടെ ഇത്രയും കൊല്ലം ഈ കേസ് ഉണ്ടായിട്ട് ഇത്ര നാളുകളായി, മനസ്സിലായി. ഇ ഡി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇപ്പോ നമ്മളെ ഭരണം പോയി, വി ഡി സതീശന്റെ കയ്യിൽ ഭരണം കിട്ടി. വി ഡി സതീശൻ അവിടെ എത്തി, മനസ്സിലായ. അവിടെ എത്തിയതിന്റെ പിന്നാലെയാണ് ഇ ഡി ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ എന്താ ഇ ഡിക്ക് വണ്ടി കിട്ടിയില്ലേ? മറ്റേ വഴി അറിഞ്ഞില്ലേ? കേരളത്തിലുള്ള ഇല്ലേ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? എന്തുകൊണ്ട് വന്നില്ല? എത്ര ആളായി കേസ് ഉണ്ടായിട്ട്? എന്നിട്ട് ഈ പിണറായി വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു രാഗ കിട്ടിയവർക്ക് ഇല്ലല്ലോ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രേഖ എടുത്തുകൊണ്ട് പോകണം. അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് പിണറായിനെ തേജോവധം ചെയ്യണം. മനസ്സിലായ? ജനങ്ങളെ ഇടയിൽ മൂപ്പരിനെ കരിവാരി തേക്കണം. ആ ഒറ്റ കാരണം കൂടാണ് വന്നിട്ടുള്ളത്. അത് മോദി സർക്കാരിൻ്റെ ആണ് അതിൻ്റെ ഇത്. പിന്നെ വേറൊരു ഇതുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, മറ്റേ ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് വാർത്തയിലുണ്ടായിരുന്നത് ഇ ഡി വരുമ്പോഴോ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അന്വേഷണം വരുമ്പോൾ എന്നാണ് സാധാരണഗതിയിൽ ഇവിടുത്തെ DGP അല്ലെങ്കിൽ ആ ഒരു ഇവിടുത്തെ കേരള ഗവൺമെന്റിനെ അറിയിക്കണം, അങ്ങനെ ഒരു ചുമതല ഉണ്ട്. അതാണ് ഒരു പ്രോട്ടോകോള്. ആ രീതി പോലും അവലംബിച്ചിട്ടില്ല. ഇവരാരും ഈ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത്. നമ്മൾക്കത് എന്താണെന്ന് അതിന് വ്യക്തമായിട്ടില്ല. രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എന്തെന്ന് അപ്പൊ അങ്ങനെ പുള്ളി പറയണ ഇവർക്ക് ആർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയണത്. അയാൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോഴും അറിഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയണത്. അപ്പൊ അതിൽ ഈ ഗവൺമെന്റ് മറ്റുള്ളതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ രോഷാകുലരാവും. ജനങ്ങൾ പാർട്ടി രോഷാകുലരായിട്ട് വാഹനം തകർക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. വാഹനം തകർക്കൽ എന്ന് വെച്ചാൽ അത് ശരിയല്ല. വാഹനം തകർക്കൽ ശരിയല്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനം എന്താണെന്ന് വെച്ചാൽ അതൊരു ടാക്സി ആണ്, ഇ ഡിയുടെ വണ്ടിയല്ല. പക്ഷെ അതുകൊണ്ട് അതിന്റെ ടാക്സ് ഉപജീവനമാർഗ്ഗമാണ്. എന്നിട്ട് അതിന്റെ ടാക്സ് ഗവൺമെന്റ് തന്നെ വഹിക്കേണ്ടി വരും. ജനങ്ങളുടെ ടാക്സ് കൊണ്ട് തന്നെ അതിന്റെ എന്താണ് നന്നാക്കേണ്ട ഒക്കെ വരുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പാർട്ടിയും ഈ ഒരു ബന്ധോ ഹർത്താലോ മറ്റുള്ളത് നടക്കുകയാണെന്ന് വെച്ചെങ്കിലും എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹർത്താൽ നടത്തുന്നത് LDF നടത്തുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടക്കാൻ പോയി ഈ വർഷം, ഈ 5 വർഷം നടക്കും. അത് വേറെ കാര്യം. നേരത്തെ ചോദിച്ചില്ലേ, ഇ ഡി വരുമ്പോൾ എന്തുകൊണ്ട് കേരള സർക്കാർ മറ്റേ ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല, പോലീസുകാരെ അറിയിച്ചിട്ടില്ല. പിന്നെ പോലീസുകാർക്ക് എവിടുന്ന് എത്തി അവിടെ അന്നേരം കൊണ്ട്? ഇ ഡി വരുന്ന കാര്യം ആർക്കും അറിയില്ല. അവർ
പേഴ്സണായിട്ട് പെട്ടെന്ന് വരിക. അവർക്ക് കേന്ദ്രത്തിനാണ് മെസ്സേജ് വരും ഇങ്ങനെ ചെല്ല് സെർച്ച് ചെയ്യാന്നൊക്കെ. എന്തുകൂടെ എത്രയും പെട്ടെന്ന് അവിടെ പോലീസുകാർ എത്തി. അത് എവിടുന്ന് അത് ആരോട് അത് ഈ കേരള പോലീസല്ലേ, കേരള സർക്കാരിൻ്റെ പോലീസല്ലേ? ഈ കേരള പോലീസിനെ എവിടെ കിട്ടാൻ ഇൻഫർമേഷൻ? ഒത്തുകൂടുമ്പോൾ കിട്ടിയൊന്നല്ല. ED മുഖ്യമന്ത്രി അല്ല പിണറായി വീണ്ടും അവിടെ എത്തുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്തേക്ക് രാവിലെ തന്നെ മറ്റേ തോന്നുന്ന മുഖ്യമന്ത്രി വീട് മറ്റേ ED-കാർ വരുന്നുണ്ടാണ്ട് മാധ്യമങ്ങൾക്ക് സ്വപ്നം കിട്ടാൻ മറ്റേ ദർശനത്തിലാണല്ലേ രാത്രി 12:30 ആകുമ്പോൾ. അതാണോ? അങ്ങനെയാണോ? ചോദ്യം ചോദിക്കും. വേറെ ചോദ്യം, അതായത് വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് നിലവിലുള്ള അഭിപ്രായം എന്താ? അതിപ്പോ നമുക്ക് വിലയിരുത്താനായിട്ടില്ലല്ലോ, എപ്പോഴും കയറിയിട്ടല്ലോ. കയറിയ സമയത്ത് തന്നെ ഒരു അക്ഷരപ്പിഴ പുള്ളിക്ക് പറ്റിയ അതൊക്കെ തന്നെ സ്വാഭാവികം, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. സ്വാഭാവികം. പുള്ളി പണ്ടൊരിക്കലും ഞാനും പറഞ്ഞ ഈ ഗവൺമെന്റിനെ പറ്റിയിട്ടോ മറ്റേതോ നമുക്കിപ്പോ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഏത് ഗവൺമെന്റിന് ഏത് മന്ത്രിനെ കുറിച്ച് ആളുകൾ പറയുന്ന 9,900 തിരിച്ചറിയാൻ പറ്റാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിൽ സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കഷ്ടമാണെന്ന് പറഞ്ഞ ആളാ അല്ലേ സതീശൻ. ഈ കുന്നോളത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? ഈ മന്ത്രി ആയിരിക്കും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. നമുക്ക് എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ മൂപ്പര് ഓർത്ത് എന്തെന്ന് പറയാ ടെൻഷൻ ചിന്തിക്കുക എന്ന് പറഞ്ഞ്. എന്നിട്ട് മൂപ്പര് മന്ത്രി പറഞ്ഞോ അന്ന് ആ ഒരു വാക്കാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ, ഒരു തെറ്റ്. അത് ചോട് പിടിച്ചപ്പോൾ പിന്നാലെ വന്നു മൂപ്പര്. പണ്ടത്തെ സ്കൂളാണോ ഇപ്പോഴത്തെ സ്കൂളുകൾ? 10 കൊല്ലം മുന്നേ കാണുന്ന ഹൈസ്കൂളുകളാണോ UP സ്കൂളാണോ ഇന്നത്തെ സ്കൂളുകൾ? മാറ്റം വന്നോ ഇല്ലേ? ഹോസ്പിറ്റലുകൾ മാറ്റം വന്നോ ഇല്ലേ? ഏതുപോലെ പൊതുജനത്തിൻ്റെ കാര്യങ്ങളായാലും മാറ്റം വന്നോ ഇല്ലേ? 10 കൊല്ലം കൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് വിലയിരുത്താനായിട്ടില്ല മോനെ. ഒരു മന്ത്രിസഭ കയറിയിട്ട് ഇപ്പോൾ അതൊരു വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും 9,900 തിരിച്ചറിയാൻ പറ്റാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇരിക്കേണ്ടത്. അല്ല, നമ്മൾ അതൊക്കെ ചെറിയൊരു നിസ്സാര കാര്യം, നാക്കുപഴ എല്ലാവർക്കും പറ്റുന്ന മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആരായാലും ശരി, നമ്മളൊരു പാർട്ടി എന്നുള്ള നിലക്കല്ല പറയണത്. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയാം. എനിക്കൊരു പാർട്ടിയോടും അതില്ല. പക്ഷെ നമ്മൾ സമയം കൊടുക്കണം, എന്താ പറഞ്ഞു, സമയം. അതിപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ആയാലും ശരി, BJP ഗവൺമെന്റ് വരികയാണെങ്കിലും ശരി, മറ്റേ കോൺഗ്രസ് വരികയാണെങ്കിലും ശരി, ഇപ്പൊ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിപ്പോ മന്ത്രിസഭനെ കുറിച്ച് വിലയിരുത്താൻ ഉള്ളൊരു സമയമായിട്ടില്ല.